സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ. SSLC +2 കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ. ഭാവി സുരക്ഷിതമാക്കൂ. ജീവിത വിജയം നേടിയ 10,000-ൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും. പഠനം വളരെ എളുപ്പം. പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ, ടാബ്, GSM പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി, നേരിട്ട് വിദേശാവസരങ്ങളും. ബ്രിഡ്കോ JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം. ലഹരിക്കെതിരെ പോരാടാം, മക്കളുടെ കൂടെ അല്പനേരം എന്ന പേരിൽ സമക്ഷ കുടുംബയോഗം സംഘടിപ്പിച്ചു. പാഞ്ഞാൾ സുബ്രഹ്മണ്യൻ കോവിൽ ഊട്ടുപുരയിൽ നടന്ന യോഗം മുൻ അധ്യാപകനായ പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിഞ്ഞാൽ അവൻ സ്വന്തം ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബത്തിന് അതുവഴി ആ നാടിന് പോലും ഒരു ഭീഷണിയായി മാറുന്ന ഒരു കാര്യമാണ് മദ്യം, മയക്കുമരുന്ന്. ഇത് പറയാൻ കാരണം അടുത്ത കാലത്ത് വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഒരു പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്കുണ്ടാകുന്ന മാറ്റം, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയാകുന്ന ഒരു പ്രവണതയാണ്. അത് വളരെ മോഹത്തോടുകൂടി വിദ്യാർത്ഥികളെ ആ ഒരു രംഗത്തേക്ക് നയിക്കുന്നതിന്, ആകർഷിക്കുന്നതിന് ആവശ്യമായ പല കണ്ണുകളും നമ്മുടെ വിദ്യാലയങ്ങൾക്കും നാടും ചുറ്റുമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വലിയൊരു മാഫിയ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട പല രീതികളിലുള്ള മിഠായി രൂപത്തിലും അതുപോലെ പല പൗഡർ രൂപത്തിലും പല രൂപങ്ങളിലുള്ള മയക്കുമരുന്നുകൾ ഇറക്കുമതി. അത് വിദ്യാലയങ്ങളിലും വിദ്യാലയങ്ങളിലും അത്രയൊന്നും ഉണ്ടാകുന്നില്ല. ഏതൊരു തരത്തിലാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്നത്. ഇന്ന് അത് മാറി നമ്മുടെ വിദ്യാലയത്തിൽ പോലും നമ്മളറിയാതെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ ഭീഷണി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയം തുറക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ആദ്യത്തെ ഒരാഴ്ച ഇത്തരത്തിലുള്ള ഒരു ഭീഷണിക്കെതിരായി അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ഒരു രീതി ഈ ആദ്യത്തെ ഒരാഴ്ച നടത്തുന്നു. സമക്ഷ സെക്രട്ടറി രമേശ് കളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം വാർഡ് മെമ്പർ അശ്വതി സജു നിർവഹിച്ചു. ഷോക്കേറ്റ് പിടഞ്ഞ 19 വയസ്സുകാരന് കൃത്രിമ ശ്വാസം നൽകി ജീവൻ രക്ഷിച്ച അജേഷ് പാഞ്ഞാളിനെ സമക്ഷയുടെ നേതൃത്വത്തിൽ വേണുനാഥൻ നായരും സുന്ദരൻ നായരും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. കിണറുകളിൽ വീണ 100 കണക്കിന് മൃഗങ്ങളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ രമേശ് കാഞ്ഞിരക്കോടിനെ മുൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു. TP മോഹനൻ, വിജയാനന്ദ്, EP അഭിലാഷ്, രാധാകൃഷ്ണൻ വീരമണി, വേണുനാഥൻ, സുന്ദരൻ നായർ, K മണികണ്ഠൻ, K സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു. കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1 ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ?
വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.